ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തിങ്കളാഴ്ച 2ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഇൻ്റഗ്രേഷൻ ഡേ 1 ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2022-23 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1, കഥ പൂർത്തിയാക്കാം. പുഴക്കരയിലാണ് നീതുവിൻ്റെ വീട്. നീതുവിന് ഒരു വളർത്തുനായയുണ്ട്. പേര് ജിമ്മി. അച്ഛൻ തോണി തുഴഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് നീതു നോക്കി നിൽക്കും. ഒരു ദിവസം തോണി തുഴഞ്ഞ് ഞാനും പുഴയിലൂടെ പോകും. നീതു ജിമ്മിയോട് പറഞ്ഞു. ആരുമില്ലാത്ത നേരം ജിമ്മിയെയും കൂട്ടി നീതു തോണിക്കരികിലെത്തി. അവർ തോണിയിൽ കയറി. തുഴഞ്ഞു അവർ പുഴയുടെ നടുവിലെത്തി. പെട്ടെന്ന് മാനം കറുത്തു. കാറ്റ് ആഞ്ഞു വീശി. മഴ പെയ്യാൻ തുടങ്ങി. തോണി ആടിയുലഞ്ഞു. അപ്പോൾ എന്നിട്ട് കുറച്ച് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് അങ്ങനെ 2 പേരും രക്ഷപ്പെട്ടു എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നടന്ന സംഭവം നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? എന്നിട്ട് നീതും അതുപോലെ തന്നെ ജിമ്മി നിലവിളിച്ചു. അപ്പോൾ ഇത് കേട്ട് നിന്ന അച്ഛൻ പുഴയിലേക്ക് ഒരു തോണി ഏറ്റുപോയി അവരെ രക്ഷിച്ചു. അങ്ങനെ 2 പേരും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അത് കൂട്ടുകാരുടെ ഭാവന വെച്ചിട്ട് എഴുതണം. ഓക്കെ, ഈ നെക്സ്റ്റ് കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? അപ്പോൾ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നീതു, രാമു, ജിമ്മി. ഓക്കെ, ഇനി കഥയ്ക്ക് തലക്കെട്ട് നൽകുക. അപ്പോൾ ഈ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തലക്കെട്ട് നൽകാൻ, ഒരു ഹെഡിങ് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് വേണേലും ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ നല്ല കൂട്ടുകാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രവർത്തനം 2, അപകടങ്ങളിൽ പെടുമ്പോൾ. അപകടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നതിനെക്കുറിച്ച് നീതുവിൻ്റെ സ്കൂളിൽ ക്ലാസ് നടക്കുകയാണ്. ഓരോ ക്ലാസ്സിൽ നിന്നും പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നോക്കൂ. ക്ലാസ് 1ൽ നിന്ന് 22 പേര്, ക്ലാസ് 2ൽ നിന്ന് 17 പേര്, ക്ലാസ് 3ൽ നിന്ന് 24 പേര്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? അപ്പോൾ ആദ്യത്തെ ചോദ്യം 1നും 2നും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? എത്രയാണ്? 22 + 17 = 39. ഇനി അടുത്ത 2ാമത്തെ ചോദ്യം, 3ാം ക്ലാസ്സിനേക്കാൾ 5 പേർ കൂടുതലാണ് 4ാം ക്ലാസ്സിൽ പങ്കെടുത്തത് എങ്കിൽ 4ാം ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എത്ര? അപ്പം 3നേക്കാൾ 5 കൂടിയത്, 3ൽ 24 പേര്, അതിൻ്റെ കൂടെ 5 കൂട്ടുക. അതായത് 24 + 5 = 29 പേര് പങ്കെടുത്തു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം. 3ാമത്തെ ചോദ്യം, 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3ാം ക്ലാസ്സിലത്തെ 24ഉം 4ാം ക്ലാസ്സിലത്തെ 29ഉം കൂടി ആഡ് ചെയ്യുക. 24 + 29 = 53. കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത ക്ലാസ് ഏത്? അപ്പോൾ കൂടുതൽ കുട്ടികൾ 4ാം ക്ലാസ്സിൽ. എത്ര പേരാണ്? 29. 3ാം ക്ലാസ്സിനേക്കാൾ എത്ര കുട്ടികൾ കുറവാണ് 1ാം ക്ലാസ്സിൽ? 3ാം ക്ലാസ്സിനേക്കാൾ എത്ര കുട്ടികൾ കുറവാണ്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ 3ാം ക്ലാസ്സിൻ്റെ 24ൽ നിന്നും 1ാം ക്ലാസ്സിൻ്റെ 22 കുറയ്ക്കുക. 24 - 22 = 2. പ്രവർത്തനം 3, രോഗങ്ങൾ പലതരം. ക്ലാസ്സിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്ക് നൽകിയ നോട്ടീസിലെ ഒരു ഭാഗം നോക്കൂ. അപ്പോൾ ഒരു നോട്ടീസ് കൊടുത്തു കുട്ടികൾക്ക്. അപ്പോൾ അതിലെ ഒരു ഭാഗമാണ് രോഗങ്ങൾ പലതരം. ക്ഷയം, ചിക്കൻ ഗുനിയ, തലവേദന, മന്ത്, വയറുവേദന, മലമ്പനി, കോളറ, കോവിഡ്, പ്രമേഹം, എലിപ്പനി, ടൈഫോയിഡ്, പല്ലുവേദന, വയറിളക്കം, വാദം. രോഗങ്ങൾ വരാതിരിക്കാൻ കരുതലാണ് പ്രധാനം. രോഗങ്ങൾക്കെതിരെ ജാഗ്രത. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു നോട്ടീസ് കൊടുത്തു. ഓക്കെ, നോട്ടീസ് ഇങ്ങനെ രോഗത്തിനെ കുറിച്ച് പറയുന്ന ഒരു നോട്ടീസ് കുട്ടികൾക്ക് കൊടുത്തു.
അപ്പം നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന രോഗങ്ങളെ തരം തിരിച്ചെഴുതൂ. നോട്ടീസിൽ തന്നിരിക്കുന്ന രോഗങ്ങളെ വേർതിരിച്ചെഴുതാൻ. അപ്പോൾ ഒന്നാമത്തെ അവർ തന്നിട്ടുണ്ട് പകരാത്ത രോഗങ്ങൾ. അപ്പം ഇപ്പുറത്തെ സൈഡിൽ എന്ത് വരും? പകരുന്ന രോഗങ്ങൾ. എന്താണ്? പകരുന്ന രോഗങ്ങൾ. അപ്പോൾ പകരുന്ന രോഗത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ക്ഷയം, മന്ത്, ചിക്കൻ ഗുനിയ, മലമ്പനി, ജലദോഷം, കോളറ, കോവിഡ്, എലിപ്പനി, ടൈഫോയിഡ്. അപ്പോൾ ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? തലവേദന, വയറുവേദന, പ്രമേഹം, പല്ലുവേദന, വയറിളക്കം, വാതം. ഓക്കെ. രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കും? അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? അടുത്ത ആക്ടിവിറ്റി പ്രവർത്തനം 4 കടങ്കഥ. നീതുവിൻ്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടങ്കഥകൾ നോക്കൂ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തിയെഴുതൂ. അപ്പോൾ കടങ്കഥകളാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഡോക്ടർ വന്നു കുത്തിവെച്ചു, ഫീസ് വാങ്ങാതോടിപ്പോയി. അപ്പോൾ ഡോക്ടർ വന്ന് കുത്തിവെച്ചു, ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. അപ്പോൾ അതാരാണ്? അത് കൊതുകാണ്. കൊതുകിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൊതുക്. ഇനി രണ്ടാമത്തെ വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി, നാട്ടുകാരെ വീട്ടിലിരിക്കും ചങ്ങാതി. അതാരാണ്? അത് TV ആണ്. TV. താഴെ പറയുന്നവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ എഴുതൂ. അപ്പോൾ എന്ത്? തവളയെ കുറിച്ചിട്ടൊരു കടങ്കഥ എഴുതാൻ. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. അപ്പോൾ അതാരാണ്? അത് തവളയാണ്. ഇനി ചേന. അടിപ്പാറ നടുവടി മീതെ കൂട. അതാരാണ്? ചേന. അടുത്ത പ്രവർത്തനം 5 ഹായ് മഞ്ചാടി. നീതുവും കൂട്ടുകാരും ശേഖരിച്ച മഞ്ചാടികൾ 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെയും കുടങ്ങളാക്കി. അപ്പോൾ നീതുവിൻ്റെ ഫ്രണ്ട്സും കൂടെ മഞ്ചാടികൾ പറക്കി. അപ്പോൾ അത് 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെയും കുട്ടങ്ങളിലാക്കിയിട്ട് വെച്ചു. ഓക്കെ. ഓരോരുത്തരും ശേഖരിച്ച മഞ്ചാടികൾ എത്ര? അപ്പോൾ ഇനി നീതു ശേഖരിച്ച മഞ്ചാടി എത്രയെന്നും അതുൽ ശേഖരിച്ചത് എത്രയെന്നും നോക്കണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നീതുവിൻ്റെ കൊടുത്തിട്ടുണ്ട് 100 + 10 + 1 + 10 + 10 + 100 + 1 + 10 + 1 + 100 = 433 എന്ന് കിട്ടും. അത് ആഡ് ചെയ്താൽ ദെൻ അതുലിൻ്റെ എത്ര കിട്ടും? 1 + 10 + 100 + 100 + 10 + 1 + 1 + 100 + 1 324 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കി നോക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. കണ്ടെത്തിയ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതും. അപ്പോൾ അങ്ങനെ എഴുതിയാൽ നമുക്ക് 214, 322, 324, 433 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഇൻ്റഗ്രേഷൻ ഡേ 1 ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.